ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ റെലംസ് ഓഫ് കാവ്യ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഹാലോവിൻ്റെ പിന്നിലെ യഥാർത്ഥ കഥയെക്കുറിച്ചാണ്. സോ ദ റിയൽ സ്റ്റോറി ബിഹൈൻഡ് ഹാലോവീൻ. ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് 2000 വർഷങ്ങൾക്ക് മുന്നെയാണ്. യൂറോപ്പിലെ സെൽറ്റിക് പീപ്പിൾ ആഘോഷിച്ചു പോന്നിരുന്ന സാംഹൈൻ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. എല്ലാ ഒക്ടോബർ 31 ഇവരിത് ആഘോഷിക്കും. ഇതിന്റെ പിന്നിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക്. മരിച്ചു പോയവരുടെ ആത്മാക്കള് ഭൂമിയിലേക്ക് വന്ന് അവരുടെ കാർഷിക വിളകൾ നശിപ്പിക്കും. അതാണ് വിശ്വാസം ഉണ്ടായിരുന്നത്. അവരുടെ വിളകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവര് പന്തങ്ങൾ കത്തിക്കുകയും മാസ്ക് ധരിക്കുകയും ഭീകര വേഷവിധാനങ്ങൾ ധരിച്ച് ഈ പ്രേതാത്മാക്കളെ തുരത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാംഹൈൻ ഫെസ്റ്റിവൽ ആഘോഷിച്ചിരുന്നത്. ഈ ക്രിസ്ത്യാനിറ്റി മൊത്തം യൂറോപ്പിൽ സ്പ്രെഡായപ്പോൾ ഈ ക്രിസ്ത്യൻ റിലീജിയൻ ഈ പറയുന്ന സാംഹൈൻ ഫെസ്റ്റിവൽ നിർത്താനായിട്ട് ട്രൈ ചെയ്തു. അങ്ങനെ നവംബർ 1 ഓൾ സെയിൻസ് ഡേ എന്ന് പ്രഖ്യാപിച്ചു. അതായത് വിശുദ്ധന്മാരുടെ ദിവസമായിട്ട് പ്രഖ്യാപിച്ചു. ഈ പറയുന്ന ഓൾ സെയിൻസ് ഡേയുടെ തലേ ദിവസം, അതായത് ഇതിനു മുൻപുള്ള തൊട്ട് മുൻപത്തെ ദിവസം ഹാലോസ് ഈവ് എന്ന് വിളിച്ചു. അതാണ് പിന്നീട് ഹാലോവീനായി മാറിയത്. അങ്ങനെ യൂറോപ്പിൽ ഹാലോവീൻ വന്നു. എന്നാൽ യൂറോപ്യൻസിനെക്കാളും ഹാലോവീൻ കൂടുതലായിട്ട് ആഘോഷിക്കുന്നത് അമേരിക്കക്കാരാണ്. അതിന് കാരണം ഈ ഐറിഷ്, സ്കോട്ട്ലൻഡ് ഇമിഗ്രൻസ് ആണ്. അവരാണ് അമേരിക്കയിലേക്ക് ഈ ഹാലോവീൻ എന്ന് പറയുന്ന കൾച്ചർ കൊണ്ടുവന്നത്. അമേരിക്കയിലേക്ക് ഇത് വന്നപ്പോൾ ട്രിക്ക് ഓർ ട്രീറ്റ്, ജാക്കോ ലാന്തേൺസ്, അങ്ങനെ വേറെ രീതിയിലുള്ള ഒരു ഫെസ്റ്റിവലായി മാറി. കുട്ടികൾക്ക് ഫാമിലിക്കും എൻജോയ് ചെയ്യാനുള്ള ഒരു ഫെസ്റ്റിവലായി. അതില് ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികള് ഈ ഗോസ്റ്റിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വീടുകളിൽ ചെന്ന് ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് പറയും. അപ്പൊ ആ വീട്ടുകാർ ക്യാൻഡീസ് കൊടുക്കും. അങ്ങനെ പിന്നെ ജാക്കോ ലാന്തേൺസ് എന്ന് പറഞ്ഞാൽ ഈ മത്തങ്ങ കാർവ് ചെയ്തിട്ട് അതില് വിളക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ജാക്കോ ലാന്തേൺസ്. അതിന്റെ പിന്നെ ഒരു കുഞ്ഞു കഥയുണ്ട്. ജാക്കോ ലാന്തേൺ എന്ന് പറയുന്നത്, ആ ആചാരം വന്നത് ഐറിഷ് സ്റ്റോറിയിൽ നിന്നാണ്. അതായത് സ്റ്റിങ്കി ജാക്ക് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ ഭയങ്കര തോന്നിവാസിയും ധൂർത്തനുമായിട്ടുള്ള ഒരാളായിരുന്നു. അയാള് ഡെവിലിനെ ചീട്ട് ചെയ്തു. അതെന്താന്ന് വെച്ചാൽ ഈ അയാളുടെ മരണശേഷം അയാളുടെ സോളിനെ ഒരിക്കലും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഉടമ്പടി അയാൾ ഡെവിലുമായിട്ട് ഉണ്ടാക്കി. അങ്ങനെ ജാക്ക് മരിച്ച ശേഷം അയാൾ പാപിയായതുകൊണ്ട് അയാൾക്ക് സ്വർഗത്തിലും കയറാനുള്ള പെർമിഷൻ കിട്ടിയില്ല, നരകത്തിൽ ഇങ്ങനെ ഒരു ഉടമ്പടി ഉള്ളതുകൊണ്ട് കയറാൻ സാധിച്ചില്ല. അങ്ങനെ ജാക്കിന്റെ ആത്മാവ് ഒരു ഡാർക്ക് വേൾഡിൽ അലഞ്ഞു നടന്നു. അങ്ങനെ അലഞ്ഞു നടന്ന സമയത്ത് അയാൾക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി ഡെവില് ഒരു വിളക്ക് ജാക്കിന് നൽകുകയും ജാക്ക് ഒരു പംകിനെ കാർവ് ചെയ്ത് അയാളുടെ തോളില് ഈ പംകിൻ്റെ അകത്ത് ഈ വിളക്ക് വെച്ച് അങ്ങനെ നടന്നു. അതാണ് ഇതിന്റെ പിന്നിലെ സ്റ്റോറി. ഇന്ന് ആൾക്കാര് ഇതിനെ ഒരു ആചാരമായിട്ട് എടുക്കുകയും ഈ പംകിനെ കാർവ് ചെയ്ത് അതിൻ്റെ അകത്ത് ക്യാൻഡിലോ ലൈറ്റോ വെച്ച് വീടിനരികിലോ വീടിന്റെ ഫ്രണ്ടിലോ വെച്ചാൽ ഇവിൽസ് അടുക്കത്തില്ല എന്നാണ് ഒരു വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.